സിദ്ധാർത്ഥ രാംകുമാർ ഈ നിമിഷം മുതൽ മലയാളിക്ക് അങ്ങേയറ്റം സന്തോഷം കൊണ്ടുതരുന്ന ഒരു വ്യക്തിത്വമായി മാറുകയാണ് സിദ്ധാർത്ഥ്. സിവിൽ സർവീസ് പരീക്ഷയിലെ 4ാം റാങ്കുകാരനാണ് സിദ്ധാർത്ഥ രാംകുമാർ. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുമാണ്. അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിൽ IPS ട്രെയിനിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെപ്പറ്റി കുടുംബത്തിലുള്ളവർ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ സഹോദരൻ ആദർശ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയാണ്. സന്തോഷമല്ലേ? വെരി ഹാപ്പി. സിദ്ധാർത്ഥ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയാലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ് എക്സാമിന് അപ്പിയർ ചെയ്തതോ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തതോ സത്യം പറഞ്ഞാൽ അമ്മയോ അച്ഛനോ ഞാനോ ഞങ്ങൾ ആരും തന്നെ ഫാമിലിയിൽ ആരും അറിഞ്ഞിട്ടില്ല. അയാൾ ട്രെയിനിങ്ങിൽ IPS ട്രെയിനിങ് അക്കാഡമിയിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് കേം ആസ് എ പ്ലസന്റ് സർപ്രൈസ്. ഇനിഷ്യലി ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഈ ന്യൂസ് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇതിപ്പോ വേറെ വല്ല സിദ്ധാർത്ഥ ആണ്, ഇനിയിപ്പോ ഞങ്ങളത് ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ എന്നുള്ള സംശയമായിരുന്നു. ബട്ട് അപ്പാരന്റ്ലി ഹീസ് സെക്യൂർഡ് 4th റാങ്ക് ആൻഡ് വി വെരി ഹാപ്പി അബൌട്ട് ദിസ്. 4ാമത്തെ തവണയാണ് സിവിൽ സർവീസിൽ റാങ്ക് ഹോൾഡർ ആവുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വിവരിക്കാം. സിദ്ധാർത്ഥ് ഇനിഷ്യലി അയാൾ ആദ്യം ക്ലിയർ ചെയ്തപ്പോ he got into Ministry of Telecom and Postal Finance. Ministry of Telecom and Postal Finance കഴിഞ്ഞിട്ട് in 22 he got into IPS. അപ്പോൾ IPS allotment വെസ്റ്റ് ബംഗാൾ കേഡർ allotment ആണ് കിട്ടിയത്. വെസ്റ്റ് ബംഗാൾ കേഡർ allotment that happened 22 and then the rank improved last time 23 the rank improved, പക്ഷേ the West Bengal cadre allocation and other that remains. ഇപ്രാവശ്യം the rank is improved considerably, so then he gets to exercise the choice. IAS ചെയ്യണോ IPS ചെയ്യണോ എന്നുള്ള he gets to exercise the choice. അങ്ങനൊരു സാധ്യത കൂടി ഉണ്ടല്ലോ. ഇപ്പൊ IPS വേണോ ഏത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു he's very happy with IPS. 6 months rigorous ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ചെയ്യുന്നുണ്ട്. So he gets to exercise the choice and he's very happy with IPS. So does he want to continue with IPS or does he want to do IAS? Now that's a choice that he has. അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ സബ്ജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? സിദ്ധാർത്ഥ് അതിന് മുമ്പ് ആർക്കിടെക്ചർ ആണ് പഠിച്ചത്. സോ ഈസ് എൻ ആർക്കിടെക്ചർ ബൈ ട്രെയിനിങ്. അതിന് മുമ്പ് സിദ്ധാർത്ഥ് ചിന്മയിലാണ് പഠിച്ചത്, വടുതല ചിന്മയിലാണ് പഠിച്ചത്. അച്ഛൻ അവിടുത്തെ തന്നെ പ്രിൻസിപ്പൽ അല്ലേ? അച്ഛൻ ചിന്മയ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്നു. സിദ്ധാർത്ഥ് ചിന്മയ സ്കൂൾ വടുതയില് ഇതായിരുന്നു. താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുള്ള ഈ ചെറുതിലേ മുതലേ, അതായത് ഈ പഠനകാലം മുതലേ ഈ IPS അല്ലെങ്കിൽ IAS അങ്ങനെ ഒരു സ്വപ്നത്തോട് കൂടിയാണോ സിദ്ധാർത്ഥ്, അതായത് അങ്ങനെ ഒരു എയിം മനസ്സിലുണ്ടായിരുന്നു? I think he was always inclined for public service ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ did he want to be an IAS officer or an IPS officer? I don't know. I think those are choices that you make along the way. കാരണം നമ്മള് ലോകം കാണുകയും നമ്മൾ what are the choices available before you, അത് നമ്മൾ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഐ തിങ്ക് ദാറ്റ്സ് എ ചോയ്സ് ദാറ്റ് ഈസ് എക്സസൈസ് വൈൽ ഹി വാസ് ഡൂയിങ് ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടില്ല. ഈസ് നെവർ ബീൻ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ആദ്യം തൊട്ടേ ഈസ് ബീൻ ഇൻ ദി സർക്കാരിലായിരുന്നു. ഒരു പൊളിറ്റിക്കൽ വ്യൂവോ സോഷ്യൽ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഹീസ് നോട്ട് ബീൻ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് അല്ല. ഈസ് സോഷ്യലി കോൺഷ്യസ്. ഈസ് വെരി സോഷ്യലി കോൺഷ്യസ് ബട്ട് ദെൻ ഈസ് നോട്ട് പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ്. അമ്മ എന്ത് പറയുന്നു? സന്തോഷം, ഭയങ്കര സന്തോഷം. ഒട്ടും വിചാരിക്കാണ്ട് കിട്ടുണ്ടാവുമ്പോ നമ്മളിങ്ങനെ എഴുതിയെന്നും അറിയില്ല, റിസൾട്ട് വന്ന് TV കാണുമ്പോഴാണ് അറിയുന്നത്. ഇത്തവണ പരീക്ഷ എഴുതുമെന്ന് അറിയിച്ചില്ല. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എപ്പോഴാ പോയിട്ട് വേണ്ടത് എഴുതിയത് അറിയില്ല. ഭയങ്കര സർപ്രൈസ്. ഭയങ്കര സർപ്രൈസ്. കാരണം നമുക്ക് വിശ്വാസമില്ല, എഴുതിയെന്ന് അറിയില്ല. ഇനി വേറെ വല്ല സിദ്ധാർത്ഥ രാംകുമാർ ആണോ എന്നുള്ളൊരിതായിരുന്നു. പിന്നെ എനിക്ക് അമ്മയോട് എസ്പെഷ്യലി ചോദിക്കാനുള്ളത്, പൊതുവെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ഒരാളെ എപ്പോഴും പൊതുവെ പാരന്റ്സ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി മദേഴ്സ് ആയിരിക്കും എക്സാമിന്റെ സമയത്തായാലും അവരുടെ പഠന വിഷയം ചൂസ് ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു ഘട്ടത്തിലൊക്കെ അമ്മയുടെ ഒരു റോൾ എത്രത്തോളം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്നാണ് അമ്മ വിചാരിക്കുന്നത്? എനിക്കറിയില്ല. എന്തായാലും ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൽ അത് വരയ്ക്കാനല്ലേ ഉള്ളൂ, കുറെ വരയ്ക്കാനാണ്. അത് അയാൾക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പഴയ ബിൽഡിങ്സ് അതൊക്കെ ഇഷ്ടമാണ്. അതാണ് ആർക്കിടെക്ചർ എടുത്തത്. പിന്നെ ആർക്കിടെക്ചർ ആകുമ്പോൾ വേറെ ഓരോന്നും പഠിക്കാനും പറ്റും. അത്ര അതിൽ പഠിക്കാനായിട്ടില്ല. ഈ സിവിൽ സർവീസ് മോഹം ഉണ്ടായത് തനിയെ ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു അതോ പിന്നെ അച്ഛൻ താല്പര്യം ഉണ്ടായിരുന്നു സിവിൽ സർവീസിൽ? അങ്ങനെ വഴി അച്ഛൻ ആദ്യമേ തെളിച്ചു. അപ്പൊ എന്തായാലും സന്തോഷമാണ്. എന്ത് ഓപ്റ്റ് ചെയ്യുന്നതാണ് അമ്മ വിചാരിക്കുന്നത്? IAS ഓപ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ടോ? ഉറപ്പാണ്.
സിദ്ധാർത്ഥനെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നമായിരുന്നിരിക്കാം. സ്വപ്നമായിരുന്നു. കാരണം അയാൾക്ക് IPS കിട്ടിയപ്പോഴും IAS ആവായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അയാൾക്കൊരു സന്തോഷമൊന്നുമില്ല IPS കിട്ടിയപ്പം. അങ്ങേയറ്റം സന്തോഷത്തിലാണെന്ന് അറിയാം. എന്നാലും ഞങ്ങളുടെ എല്ലാ ആശംസകളും. എന്നാൽ അച്ഛൻ എങ്ങനെയാണ് സന്തോഷം ഷെയർ ചെയ്യുന്നത്? സന്തോഷം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ലായിരുന്നു. ഒരു സർപ്രൈസ് എലിമെന്റ് ഇതിൽ ഒരുപാടുണ്ട്. അപ്പൊ ആ സർപ്രൈസ് ഇത് നല്ലൊരു കാര്യം അറിയാം, അത് പ്രതീക്ഷിക്കാതെ അറിയാന്ന് പറയുന്നതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഒരു ഇരട്ടിമധുരം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ട് അതിൽ. പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് പേര് വിളിച്ചപ്പം പറഞ്ഞത് മിക്കവാറും അയാളായിരിക്കില്ല, കാരണം അയാൾ ഓൾറെഡി IPSലാണ്. ഇനിയിപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഇയാളെ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. പിന്നെ അയാളെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞത്. ഈസ് ഹാപ്പി, വി ആർ ഓൾസോ ഹാപ്പി. നാലാമത്തെ തവണയാണ് ഇപ്പോ സർവീസ് മികച്ച റാങ്കിലേക്ക് ഓരോ തവണയായിട്ട് വരുന്നത്. IPS തന്നെയാണ്. ഒരു തവണ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഈ കോളേജിൽ ആർക്കിടെക്ചർ കഴിയുന്ന ഉടനെ എഴുതിയതാണ്. അപ്പൊ ഒന്നും കിട്ടിയില്ല. പിന്നത്തെ 2 തവണ IPS കിട്ടിയായിരുന്നു എനിക്ക്. ഒരു തവണ അതിന്റെ ഇടയിൽ ഈ ഒരു വർഷത്തിൽ തന്നെ 2 ഇതായിരുന്നു. ഈ എന്താ പറയാ, ടെലികോം സർവീസസ്, അതിലൊരു 6 മാസം ഉണ്ടായി. പിന്നെ ബാക്കി 6 മാസം IPS തന്നെ. പിന്നെ ഒരു വർഷം പിന്നെ IPS. അങ്ങനെ മാറി റാങ്ക് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ. 181 നിന്ന് 121 ഒക്കെ ആയി. പക്ഷെ എന്നാലും അപ്പോഴും മറ്റേത് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. IAS എന്നൊരു മോഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ കൊടുത്ത ഒരു സ്വപ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അച്ഛൻ അതിലായിരിക്കുമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം അച്ഛനായിരിക്കുമല്ലോ. അപ്പം ഈ പഠനകാലത്ത് അച്ഛന്റെ ഒരു എന്തായിരുന്നു അച്ഛൻ അതിനൊരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ഇപ്പൊ ഇത് ഈ എന്താ പറയാ, ഈ ഓപ്ഷനിൽ ഏതാ എടുക്കണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നുകിൽ അവനവൻ പഠിച്ച സബ്ജക്റ്റ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ പറഞ്ഞു അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഒരെണ്ണം എടുക്കാം. പക്ഷെ അത് സ്കോറിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു സ്റ്റഡി എന്തെങ്കിലും നടത്തിയിട്ട് അത് എടുക്കാം. അങ്ങനെയാണ് പിന്നെ ഇത് ഈ ആന്ത്രപ്പോളജി എടുത്തത്. ആന്ത്രപ്പോളജി പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഡൽഹിയിൽ പോവുകയും ചെയ്തത്. ആദ്യത്തെ അറ്റംപ്റ്റില് ഡൽഹിയിൽ കോച്ചിങ് കഴിഞ്ഞ ശേഷമാണ് അറ്റംപ്റ്റ് ഒന്നും കിട്ടിയില്ല. അത് കോളേജിൽ ഇരിക്കുമ്പോൾ തന്നെ എഴുതിയതാ. അപ്പൊ അത് പ്രിലിംസ് തന്നെ പാസ്സായില്ല. രണ്ടാമത്തത് മുതൽ ഈ ഡൽഹിയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഇല്ല, ആദ്യം മുതലേ ഇതേ ഓപ്ഷനാണ്, ഈ ആന്ത്രപ്പോളജിയും. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വിജയം. അതായത് പ്രത്യേകിച്ചും കുടുംബത്തെ അറിയിച്ചിരുന്നില്ല സിദ്ധാർത്ഥ പരീക്ഷ എഴുതുന്നത്. കുടുംബത്തിന് മുഴുവൻ അപ്രതീക്ഷിതമായി കിട്ടിയ സന്തോഷമാണ്, മധുരമാണ്. പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമാണ്. സിവിൽ സർവീസ് ഇത്രയും വലിയ ഒരു മത്സര പരീക്ഷയിൽ ഒരു മലയാളി 4ാം റാങ്കിൽ എത്തുക എന്നുള്ളത്. കുടുംബത്തിന് എല്ലാവിധ ആശംസകളും.